നിങ്ങൾക്ക് ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ അച്ഛനെ എൻ്റെ കഴിവോ അറിവോ ഒന്നുമില്ല. ഞാൻ സാധാരണ ഒരു അച്ഛൻ, അസാധാരണത്വത്തിൽ. പക്ഷെ ഞാൻ ഒത്തിരിയേറെ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നൊരു വ്യക്തിയാണ് ആരെച്ചാൽ പരിശുദ്ധാത്മാവിനെ. പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ട് മാത്രം ഇവിടം വരെ എത്തി. അതിലൊരിക്കലും ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തില്ല. ഹല്ലേലൂയ പറയും, ഹല്ലേലൂയ. രോഗികൾ സുഖം പ്രാപിക്കുന്നുണ്ടെങ്കിൽ, പിശാചുകൾ ബഹിഷ്കരിക്കുന്നുണ്ടെങ്കിൽ, ഒരു പ്രശ്നം പിടിച്ചൊരു കുടുംബം വരുമ്പോൾ ഒറ്റ സെക്കൻഡ് കൊണ്ട് ഒരു തീരുമാനം എടുത്ത് രക്ഷപ്പെടുത്തി വിടാൻ പറ്റുന്നത് ഒരിക്കലും അതെൻ്റെ കഴിവല്ല. ആ സമയത്ത്, ഈ തക്ക സമയത്തൊന്നും ആക്കുന്നുണ്ട്. ലൂക്ക 12:12 മത്തായി 10:18-19 പറയുന്നുണ്ട്, ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും. നിങ്ങളല്ല, നിങ്ങളിലൂടെ പിതാവിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത്, ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്ന സ്ഥലമുണ്ട്. ആ ഒരു സംഭവം, അത് വലിയൊരു സംഭവമാണ്. ലോകത്തിൽ ഇതുപോലെ ഒരു അനുഗ്രഹം കിട്ടുന്നൊരു ജനതയില്ല. പക്ഷേ നമ്മൾക്ക് ശരിക്കും അത് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഈ പരിശുദ്ധാത്മാവിനെ നേടിയൊരു ജനത, നമ്മുടെ കുടുംബങ്ങളെ പ്രശ്നമൊക്കെ തീരും, എല്ലാ പ്രശ്നവും തീരും. നമ്മളുടെ ജീവിതത്തിൽ ആര് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ, ഉച്ചത്തിൽ പറയും ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ പിന്നെ വഴി തെളിഞ്ഞു വരും, അടഞ്ഞ വഴികളൊക്കെ തുറക്കപ്പെടുക. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ അതാണ്. ആരും കൂട്ട് കിട്ടുന്നില്ല, ആരും സപ്പോർട്ട് കിട്ടണം. ആ സപ്പോർട്ട് കിട്ടണം, എന്ത് ചെയ്യണം? അതാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. യോഹന്നാൻ സുവിശേഷം 14:15 ഈശോ പറയും, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പാലിക്കും, അപ്പോൾ ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്തേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഒരു സഹായകൻ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയായിട്ട് തന്നെയാണ്. എനിക്കൊരു ഇഷ്ടം പോലെ അനുഭവം ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ രാത്രി സ്വപ്നം ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ എഴുന്നേൽപ്പിച്ചൊരു വചനം തരും. അപ്പോഴേക്കും ഞാൻ ഒരു കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിനൊരു തീരുമാനം കർത്താവ് തരുന്നത് കാണാൻ പറ്റും. അല്ലെങ്കിൽ രോഗി വരുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നത് കാണാൻ പറ്റും.